ഹലോ, നമുക്ക് ഫെബ്രുവരി മന്തിൻ്റെ റീഡിംഗ് നോക്കിയാലോ? എന്താണ് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, മൊത്തത്തിലുള്ള എനർജി എന്തായിരിക്കും എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് കഴിഞ്ഞിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് കാണുന്നത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഒരു ചെറിയൊരു ഉണർവിൽ, സന്തോഷത്തിൽ ഒക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഹീലിംഗ് നടക്കണമെങ്കിൽ അതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണമല്ലോ. ആ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നത്, നിങ്ങൾ ഇൻ്റലക്ച്വലായിട്ട് നിങ്ങളുടെ ചിന്തയിലും എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള അതിൻ്റെ നെഗറ്റിവിറ്റീസിൽ നിന്നുള്ള ഹീലിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ മറ്റാരെങ്കിലും അവരുടേതായിട്ട് പ്രസൻറ്റ് ചെയ്ത് അത് അവരുടെ ഐഡിയയാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഒരവസ്ഥ, കറക്റ്റ് സമയത്ത് നിങ്ങൾ ആക്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരിക. അങ്ങനെ ചിന്തകളുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ സമയത്ത് കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഐഡിയ മറ്റൊരാൾ തട്ടിയെടുത്തത് കൊണ്ട് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ ഹീലായിട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിലാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഹാപ്പിയാണ്, അത്യാവശ്യം കയ്യിൽ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ നമ്മളുടെ ആ ഒരു ഐഡിയ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഹീലായി എന്ന് പറഞ്ഞ പ്രശ്നം, അതിൻ്റെ കംപ്ലീറ്റ് എൻഡ് ആയിട്ടില്ല. അതൊരു 3 മന്ത്സിനുള്ളിലായിരിക്കും നടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അധ്യായം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. നിങ്ങളൊരുവിധം ഹീലായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീരാൻ പോകുന്നത് ഒരു 3 മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആവാം. അതൊരു 10 ഓഫ് സ്വോർഡ്സ് എനർജിയിലേക്ക് വരും. നിങ്ങളുടെ റീഡിങ്ങിൽ സ്വോർഡ് എനർജി പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. എൻ്റെ ക്ലാരിറ്റി കാർഡ്സിൽ കാണുന്നുണ്ട്. ഞാൻ ആ കാർഡ്സ് ഒന്ന് കാണിക്കാം. നിങ്ങളുടെ പാസ്റ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത കാർഡ്സ് ഇതായിരുന്നു. സ്വോർഡ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. 5 ഓഫ് സ്വോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ മൂൺ എനർജി, ഇതായിരുന്നു ക്ലാരിറ്റി കാർഡ്സ് ആയിട്ട് ഞാൻ വെച്ചിരുന്നത്. അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൻഡ് 3 മന്ത്സിനുള്ളിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്താണ് അടുത്ത ആക്ഷൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കുമ്പോൾ, ഹെയർഫെൻ്റ് എനർജിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റം ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകളോട് സംസാരിച്ച് അവരുടെ അടുത്ത് നിന്ന് ഒരു ഒപ്പീനിയൻ എടുക്കുക. പുതിയതായിട്ടുള്ള ക്രേസി ആയിട്ടുള്ള ഐഡിയാസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇത് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് വർക്കാവുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് എപ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമുക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. ചിലപ്പോൾ നന്നായിട്ട് വർക്ക് അവിടെ ഉണ്ടാവാം, ചിലപ്പോൾ വർക്ക് ആയില്ല എന്നും വരാം. ദാറ്റ്സ് ഓക്കെ. ഈ സമയത്ത് നിങ്ങൾ ഒരു ഹൈറഫൻ്റ് എനർജിയിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മെൻറ്ററോട് സംസാരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം ഫോളോ ചെയ്യുക. എന്താണോ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണയായി ആളുകൾ പിന്തുടർന്ന് വരുന്ന വഴി എന്താണോ അതിലേക്ക് നിങ്ങളും പോകാനാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഗൈഡൻസ് തരുന്നത്. നിങ്ങളുടെ ചുറ്റും കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. 7 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് സൂക്ഷിച്ച് മാത്രം എടുക്കുക. നമ്മൾ നേരത്തെ ഒരു ഐഡിയ, പുതിയൊരു തോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ വന്ന കാര്യം പറഞ്ഞല്ലോ, അത് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കാതെ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുക. കാരണം ഇതിലെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല. ഇതൊക്കെ ടെംപ്റ്റേഷനുകളാണ്. അതിൽ നിന്ന് 1 or 2 മാത്രമേ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് ഉള്ളത് ഉണ്ടാകുകയുള്ളൂ. അത് മാത്രം നോക്കിയെടുക്കുക. കാണുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് വർക്കാവുമെന്ന് വിചാരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ തുടക്കം വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടാവാം.
പക്ഷേ അതൊരു നിങ്ങൾ സ്റ്റക്ക് എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റക്കാണ് ഒരു 3 മാസത്തേക്ക്. അതായത് ഫെബ്രുവരി എനർജിയാണ് നമ്മൾ നോക്കുന്നതെങ്കിലും ഫെബ്രുവരിയിൽ തുടങ്ങുന്ന കാര്യങ്ങൾ വരുന്ന 3 മാസത്തിനുള്ളിലായിരിക്കും ഒരു കംപ്ലീറ്റ് ആവുക. നിങ്ങളവിടെ ഒരു സ്റ്റക്ക് എനർജിയിലായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടുന്ന് ലോങ് ടേമിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സക്സസ് വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഏസ് ഓഫ് കപ്പ് എനർജി എന്താ പറയുക, ഒരു 4 ഓഫ് വാൺസ് എനർജിയിലേക്ക് പോകുന്നതായിരിക്കാം. ഒരു പക്ഷേ ഇതൊരു പ്രപ്പോസൽ, അങ്ങനെ എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് കണക്ഷൻ ആവാം. അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് അത് സ്റ്റക്കായി നിൽക്കുകയും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയും അവിടെ നിന്ന് ലോങ് ടേമിൽ, അതായത് ഒരു 6 മന്ത്സിനുള്ളിൽ ഒരു 4 ഓഫ് വാൺസ് എനർജിയിലേക്ക് ചിലപ്പോൾ അത് കുറച്ചുകൂടി ഒരു പ്രോഗ്രസ്, ഒരു പക്ഷേ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കാൻ കഴിയുക, അവരൊക്കെ പറയുക, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുക, ആ ഒരു ലെവൽ വരെയൊക്കെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 6 മന്ത്സിനുള്ളിലായിരിക്കും. 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ജനറലി നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു ഹീലിങ്ങിൻ്റെ ഒരു പാതയിലാണ് നിങ്ങളുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച ആ ഒരു തോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു അവസാനം, ആ ഒരു ഇൻ്റലക്ച്വൽ ഒരു തോട്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഐഡിയയുടെ അവസാനം, അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് എൻഡ് ആക്കുന്ന ഒരു എനർജി. ഇത് മുൻപേ തുടങ്ങിയതാണ്, ഫെബ്രുവരിയിൽ ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നടന്നു പോയ ട്രോഡൻ പാത്ത് എന്ന് പറയില്ലേ, ഓൾറെഡി ആളുകൾ നടന്ന് തെളിഞ്ഞിട്ടുള്ള വഴി, ആ വഴിയാണ് നിങ്ങൾ ഈ സമയത്ത് ചൂസ് ചെയ്യേണ്ടത്. പുതിയതായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. കാരണം ഇവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് പ്രൂവൻ ആയിട്ടുള്ള മെത്തേഡ്, അതാണ് കറക്റ്റ് വേർഡ്. പ്രൂവൻ ആയിട്ടുള്ളത് ഏത് മെത്തേഡാണോ അത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഈ മാസം നിങ്ങൾക്ക് പുതിയൊരു ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, ഇപ്പോൾ കുറച്ച് ഏജ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് മാരേജൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ സെറ്റിലായി, അങ്ങനെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു പുതിയ ദേവാലയ ദർശനം, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിക്കാനുള്ള, ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടാരോ പോലെയുള്ള കാര്യങ്ങളോ ഹീലിംഗ് മൊഡാലിറ്റീസ് പഠിക്കാനുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അല്ല ചെറുപ്പക്കാർക്കാണെങ്കിൽ അതൊരു റൊമാൻറ്റിക് കണക്ഷൻ ആവാം. ഒരു സ്റ്റാർട്ടിങ്, പുതിയൊരു ഇഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു വസ്തുവിനോടോ ഒരു സ്കില്ലിനോടോ ഒരു പുതിയ കോഴ്സിനോടോ ഒരു വ്യക്തിയോടോ എങ്ങനെ വേണേലും ആവാം. കുറച്ച് നാൾ അത് സ്റ്റക്കായിരിക്കും. ഈ ഫെബ്രുവരി മാസം മാർച്ചിലൊക്കെ നിങ്ങൾ ഈ കാര്യത്തിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിനുശേഷം വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ സ്റ്റക്കായിരിക്കും. പക്ഷേ വിത്തിൻ 6 മന്ത്സ് അതിനൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ഫെബ്രുവരി റീഡിംഗ്. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല, മെസ്സേജ് മാത്രം ചെയ്യാം. താങ്ക് യു.